ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള CPIM സ്ഥാനാർത്ഥി പട്ടികയിൽ ധാരണയായി. കെ ശൈലജ, കെ രാധാകൃഷ്ണൻ, തോമസ് ഐസക് എന്നിവർ സാധ്യതാ പട്ടികയിൽ. വിവരങ്ങളുമായി തിരുവനന്തപുരത്തു നിന്നും ബിനോയ് ചേരുന്നുണ്ട്. ബിനോയ്, സാധ്യതാ പട്ടിക പുറത്തു വന്നിരിക്കുകയാണ്. ഇതിനൊപ്പം തന്നെ പ്രമുഖ നേതാക്കളൊപ്പം തന്നെ പുതുമുഖങ്ങളും ഉണ്ടാകുമെന്ന് ഒരു സൂചനയുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടൊക്കെ എന്തെങ്കിലും വിശദാംശങ്ങൾ അറിയാൻ സാധിച്ചിട്ടുണ്ട്? എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ഇന്നലെ ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിന് തൊട്ടു പിന്നാലെയാണ് സാധ്യതാ പട്ടിക തയ്യാറായി കഴിഞ്ഞിരിക്കുന്നത്. ഈ സാധ്യതാ പട്ടിക ഇന്നും നാളെയുമായി നടക്കുന്ന ജില്ലാ കമ്മിറ്റി യോഗങ്ങളിലും ജില്ലാ സെക്രട്ടേറിയറ്റിലും ചർച്ച ചെയ്യും. അത്തരത്തിൽ ജില്ലാ സെക്രട്ടേറിയറ്റിന് ഏതെങ്കിലും തരത്തിലുള്ള വിയോജിപ്പോ അല്ലെങ്കിൽ എതിർപ്പോ ഉണ്ടെങ്കിൽ മാത്രമേ ഈ പട്ടികയുടെ മേൽ ഇനി സംസ്ഥാന കമ്മിറ്റിയിലും സംസ്ഥാന സെക്രട്ടേറിയറ്റിലും ചർച്ച നടക്കുകയുള്ളൂ. എന്തായാലും 27-ന് തന്നെ, ഈ മാസം 27-ന് തന്നെ സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഏകദേശം ധാരണയായി കഴിഞ്ഞിരിക്കുന്നു. സ്ഥാനാർത്ഥി പട്ടികയിൽ 2-3 മണ്ഡലങ്ങൾ ഇപ്പോൾ ഒഴിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും മലപ്പുറം ജില്ലയിലെ 2 മണ്ഡലങ്ങൾ, ഒപ്പം തന്നെ എറണാകുളവും ചാലക്കുടിയും, ഈ 2 സ്ഥലങ്ങളിലാണ് ഇപ്പോൾ 4 സ്ഥലങ്ങളിലാണ് നിലവിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് അത് മാറ്റി നിർത്തിയിരിക്കുന്നത്. അതേസമയം കാസർഗോഡ് MP ബാലകൃഷ്ണൻ, അദ്ദേഹം CPMൻ്റെ ജില്ലാ സെക്രട്ടറി കൂടിയാണ്. രാജ്മോഹൻ ഉണ്ണിത്താൻ നേരത്തെ തന്നെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ മാറി. തൊട്ടു പിന്നാലെ വടകരയിൽ കെ ശൈലജയും കണ്ണൂരിൽ MV ജയരാജനും മത്സരിക്കും. ആലത്തൂരിലാണ് ശക്തമായ ഒരു സ്ഥാനാർത്ഥിയായി കെ രാധാകൃഷ്ണൻ എത്തിച്ചേർന്നിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു മത്സരം നടക്കുന്നത് കൊല്ലത്താണ്. NK പ്രേമേന്ദ്രനെതിരെ M മുകേഷ് MLA മത്സരരംഗത്തേക്ക് വരുന്നു. അത്തരത്തിൽ ഒരു വലിയ, അതുപോലെ തന്നെ കോഴിക്കോട് ഇളമരം കരീം, അതും വലിയ വിജയപ്രതീക്ഷയാണ് CPM. അതായത് ഇത്തവണ CPM വിജയപ്രതീക്ഷയുള്ള സ്ഥാനാർത്ഥികൾ, അതായത് നല്ല തരത്തിലുള്ള ഒരു മത്സരം ഉണ്ടാകണം, അത്തരത്തിൽ വിജയ സാധ്യതയുള്ള സ്ഥാനാർത്ഥികളെയാണ് ഇപ്പോൾ രംഗത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് പറയാൻ കഴിയും. കാരണം കാസർഗോഡ് MV ബാലകൃഷ്ണൻ തന്നെ നല്ല പിന്തുണയുള്ള, പാർട്ടിക്കകത്ത് തന്നെ വളരെയധികം സ്വീകാര്യനായ ഒരു നേതാവാണ്. അത്തരത്തിൽ രാജ്മോഹൻ ഉണ്ണിത്താറിനെതിരെ പോരാടുവാൻ ശക്തനാണ് എന്നുള്ള തീരുമാനം തന്നെയാണ് സെക്രട്ടേറിയറ്റിൽ വന്നു വരികയും ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ കാസർഗോഡേക്ക് മത്സരിക്കാൻ തീരുമാനിക്കുന്നത്. കണ്ണൂരിൽ ഒരു പക്ഷേ UDFൻ്റെ സ്ഥാനാർത്ഥിക്ക് മാറ്റമുണ്ടാകാനുള്ള സാധ്യത വളരെ വിരളമാണ്. കാരണം KPCC നേതൃത്വം K സുധാകരൻ ഒരു പ്രാവശ്യം കൂടി മത്സരിക്കണം എന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നു. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിനെതിരെ വരിക MV ജയരാജനായിരിക്കും. MV ജയരാജനും CPMുമായി ബന്ധപ്പെട്ട സമീപകാലത്ത് വളരെയധികം സ്വീകാര്യനാണ്. അതുപോലെ തന്നെ കണ്ണൂരിലെ പാർട്ടിയുടെ ഇപ്പോഴത്തെ അമരക്കാരനാണ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ കണ്ണൂരിൽ അദ്ദേഹം മത്സരിക്കും. വടകരയിലേക്ക് വരുമ്പോൾ കെ ശൈലജ, ഇപ്പോൾ നിലവിൽ പാർട്ടിയിൽ വലിയ സ്ഥാനങ്ങളൊന്നും തന്നെയില്ല, MLA എന്ന നിലയിൽ മാത്രം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കെ ശൈലജ ആയിരിക്കും ഒരുപക്ഷേ K മുരളീധരന് എതിരെ വരിക. കോഴിക്കോട് ഇളമരം കരീം, UDFൻ്റെ പഴയ MP തന്നെ മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിനെതിരെ വരുന്നത് ഇളമരം കരീമാണ്. പിന്നീട് മലപ്പുറം ജില്ലയിലെ 2 പാർലമെൻറ്റ് മണ്ഡലങ്ങളാണ്. അവിടേക്ക് സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചിട്ടില്ല, അത് പിന്നീട് തീരുമാനിക്കാം എന്ന് തന്നെ മാറ്റപ്പെടുന്നു. അതേസമയം തൃശ്ശൂരിൽ CPI തന്നെ മത്സരിക്കും. CPIയുടെ നേരത്തെ തന്നെ സുൽകുമാറിൻ്റെ പേര്, മുൻ MLA ആണ്, അദ്ദേഹത്തിൻ്റെ പേര് തന്നെ സ്ഥിരപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. പിന്നീട് ആലപ്പുഴയിൽ AM ആരിഫ്, അത് ഏകദേശം ഉറപ്പിച്ച സീറ്റാണ്. പത്തനംതിട്ടയിലാണ് ഒരു മാറ്റം വന്നിരിക്കുന്നത്. നേരത്തെ രാജു അബ്രഹാമിൻ്റെ പേര്, കാരണം റാന്നിയിൽ ഏകദേശം 5 പ്രാവശ്യം വിജയിച്ച MLA ആയിരുന്നു രാജു അബ്രഹാമിൻ്റെ പേര്, ജില്ലാ കമ്മിറ്റിക്ക് വളരെ താല്പര്യമുണ്ടായിരുന്നെങ്കിൽ പോലും അത് മാറ്റിക്കൊണ്ട് ഇപ്പോൾ എത്തിയിരിക്കുന്നത് തോമസ് ഐസക്കാണ്. നേരത്തെയുള്ള ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ മാത്രവുമല്ല, തോമസ് ഐസക്ക് ഇപ്പോൾ പത്തനംതിട്ടയിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തനം നടത്തി വരികയുമാണ്. തോമസ് ഐസക് ആയിരിക്കും ഇത്തവണ LDFൻ്റെ സ്ഥാനാർത്ഥി പത്തനംതിട്ടയിൽ. കൊല്ലത്തേക്ക് വരുമ്പോൾ M മുകേഷ് ഇപ്പോൾ MLA ആണ്, കൊല്ലത്തെ MLA ആണ്. അദ്ദേഹത്തെയാണ് കൊല്ലം മണ്ഡലത്തിൻ്റെ മത്സരത്തിന് വേണ്ടി CPM ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ നേരത്തെ പറഞ്ഞിരുന്ന പുതുമുഖങ്ങളൊക്കെ ഉണ്ടാകും എന്ന് പറഞ്ഞിരുന്നെങ്കിൽ പോലും ഇത്തവണ പാർട്ടി പ്രവർത്തന മേഖലകളിൽ വളരെ പരിണിതപ്രജ്ഞരായ, അല്ലെങ്കിൽ അണികളുമായി നല്ല പ്രവർത്തനമുള്ള, നല്ല കർമ്മശേഷിയുള്ള CPM നേതാക്കളെയാണ് മത്സരരംഗത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി എറണാകുളം ആണ്, അതും എറണാകുളവും ചാലക്കുടി 2 മണ്ഡലങ്ങളാണ്. അവിടേക്കുള്ള സ്ഥാനാർത്ഥികളുടെ നിർണയം അല്പം വൈകാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് പിന്നീട് പ്രഖ്യാപിക്കും. ഒരുപക്ഷേ പൊതുസമ്മതനോ സ്വതന്ത്രരൊക്കെ ആയിരിക്കും ഇവിടെ മത്സരിക്കാനുള്ള സാധ്യത. എന്തായാലും മത്സരത്തിന് വേണ്ടിയുള്ള ഏകദേശ സാധ്യതാ പട്ടിക CPM തയ്യാറാക്കി കഴിഞ്ഞിരിക്കുമെന്ന് വ്യക്തമായിരിക്കുന്നു. ഇന്നും നാളെയുമാണ് ജില്ലാ കമ്മിറ്റി യോഗങ്ങൾ ചേരുക. ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഈ പേരുകൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നീട് ചർച്ചയുണ്ടാകില്ല. 27-ാം തീയതി സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് പോകും.
അതേസമയം ഏതെങ്കിലും ഒരു ജില്ലാ കമ്മിറ്റി വിയോജിപ്പ് രേഖപ്പെടുത്തുകയാണെങ്കിൽ അത് വീണ്ടും സംസ്ഥാന കമ്മിറ്റിയിലോ അല്ലെങ്കിൽ സംസ്ഥാന സമിതി അംഗങ്ങളെ കൂടി അല്ലെങ്കിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ചർച്ചകൾ നടക്കാനും സാധ്യതയുണ്ടാകും. അത്തരത്തിൽ നിലവിൽ ഇപ്പോൾ വിയോജിപ്പിൻ്റെ സ്വരങ്ങളൊന്നും ഇതുവരെയായും ഉയർന്നു വന്നിട്ടില്ല. എന്തായാലും ഇനി CPM-ഉം മത്സരരംഗത്തേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നതിനെ നമുക്ക് പറയാൻ കഴിയും. ബിനോയ്, എറണാകുളത്തും ചാലക്കുടിയിലും ഒരു വ്യക്തത വന്നിട്ടില്ല. ഏതെങ്കിലും തരത്തിലുള്ള സൂചനകൾ ലഭ്യമായിട്ടുണ്ടോ? എറണാകുളം ചാലക്കുടി മണ്ഡലങ്ങളിൽ ആരായിരിക്കും എന്നുള്ള രീതിയിലുള്ള സൂചനകൾ ഏതെങ്കിലും ലഭ്യമായിട്ടുണ്ടോ? വ്യവസായ മന്ത്രി P. രാജീവിൻ്റെ പേര് എറണാകുളത്ത് പറഞ്ഞു കേട്ടെങ്കിലും അദ്ദേഹം തൽക്കാലം മത്സരരംഗത്ത് ഇല്ല എന്നുള്ള ഒരു കാര്യത്തിലേക്കാണ് പോകുന്നത്. കാരണം P. രാജീവിനെ അത്ര ഇപ്പോൾ വലിയ ഉത്തരവാദിത്വമുള്ള ഒരു ചുമതലയുള്ള ഒരു മന്ത്രി കൂടി, കാരണം പ്രത്യേകിച്ച് വ്യവസായ വകുപ്പിൻ്റെയൊക്കെ ചുമതലയുള്ള ഒരു മന്ത്രി കൂടിയാണ്. അദ്ദേഹത്തെ മത്സരരംഗത്തേക്ക് കൊണ്ടുവരേണ്ട എന്നൊരു നിലപാട് തന്നെ CPM സംസ്ഥാന കമ്മിറ്റി എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടേക്ക് പൊതുസമ്മതനായ സ്വതന്ത്രൻ, നേരത്തെ കോൺഗ്രസ് വിട്ട് CPM-ലേക്ക് പോയ KV തോമസിൻ്റെ മകളുടെ പേരൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ പോലും അവരും മത്സരരംഗത്തേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഈ 2 മണ്ഡലങ്ങളിലും പൊതുസമ്മതരായ സ്വതന്ത്രരെയായിരിക്കും ഒരു പക്ഷേ തീരുമാനിക്കുക. അത് പിന്നീട് പാർട്ടി അതല്ലെങ്കിൽ വരാൻ പോകുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗങ്ങളിലൊക്കെ ചർച്ച ചെയ്തതിന് ശേഷമായിരിക്കും അതിലൊരു തീരുമാനം ഉണ്ടാവുക. എന്തായാലും ഈ നേരത്തെ സൂചിപ്പിച്ച പേരുകളിൽപ്പെട്ട ആളുകളെല്ലാം തന്നെ മണ്ഡലങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതിനുള്ള നിർദ്ദേശം സംസ്ഥാന സെക്രട്ടേറിയറ്റ് നൽകിയെന്നാണ് നമുക്ക് അറിയുവാൻ കഴിയുന്നത്. അതുപോലെ തന്നെ മറ്റു മത്സരങ്ങൾ CPI-യുടെ സ്ഥാനാർത്ഥികളെ നേരത്തെ പ്രഖ്യാപിച്ചെങ്കിൽ പോലും തിരുവനന്തപുരത്ത് ഇതുവരെയായും ഒരു പേര് വന്നിട്ടില്ല. തിരുവനന്തപുരത്ത് പന്ന്യൻ രവീന്ദ്രൻ്റെ പേരാണ് സംസ്ഥാന കൗൺസിലും അതുപോലെ തന്നെ കേന്ദ്ര കൗൺസിലും ഒക്കെ തീരുമാനിച്ചിരുന്നത്. എന്നാൽ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം താൻ മത്സരരംഗത്തേക്ക് ഇല്ല എന്ന് പന്ന്യൻ രവീന്ദ്രൻ പറഞ്ഞിരിക്കുന്നു. പുതിയ ആളിനെ കണ്ടെത്തേണ്ടി വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഭക്ഷ്യവകുപ്പ് മന്ത്രി GR അനിലായിരിക്കും അവിടെ മത്സരിക്കാനുള്ള സാധ്യത. അതേസമയം മാവേലിക്കരയിൽ അരുൺകുമാറിൻ്റെ പേരുണ്ട്. അത് ഔദ്യോഗികമായുള്ള പ്രഖ്യാപനം ഒരുപക്ഷെ 27-ന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. മറ്റു തൃശ്ശൂരിലും അത്തരത്തിൽ സുനിൽകുമാർ മത്സരിക്കുന്നു. അങ്ങനെ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥികൾ ഏകദേശം ധാരണയായെങ്കിലും മലപ്പുറത്തെയും ഒപ്പം എറണാകുളവും അതുപോലെ തന്നെ ചാലക്കുടിയിലെയും 4 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ പട്ടിക, അതായത് അത് പിന്നീട് CPM തയ്യാറാക്കും. ഒരുപക്ഷെ പൊതുസമ്മതരായിരിക്കാം. സാധാരണഗതിയിൽ അതിനുള്ള സാധ്യതയാണ്. KT ജലീലിനെയൊക്കെ മത്സരിപ്പിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. എന്തായാലും മത്സരമായി മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ CPM വളരെ നേരത്തെ തന്നെ അവരുടെ മുതിർന്ന നേതാക്കളെ മത്സരരംഗത്തേക്ക് എത്തിച്ചിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. വിദ്യ. ബിനോയ്, ആലത്തൂർ മണ്ഡലത്തിൽ മത്സരിക്കില്ല എന്ന് മന്ത്രി K. രാധാകൃഷ്ണൻ പറഞ്ഞിരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിനെ ഈ ഒരു യോഗത്തിൽ ഈ ഒരു അസൗകര്യം അറിയിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ പേരാണ് ഇപ്പോൾ ആലത്തൂരിൽ ഉയർന്നു വന്നിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തരത്തിലുള്ള ഒരു ചർച്ചകൾക്കൊക്കെ ശേഷമാണോ അദ്ദേഹം ഈ ഒരു സ്ഥാനത്തേക്ക് ധാരണയായത്? തീർച്ചയായും ആലത്തൂർ മണ്ഡലം, ആലത്തൂരിൽ നേരത്തെ തന്നെ CPM-ന് ഒരു വലിയ തിരിച്ചടി കിട്ടിയ മണ്ഡലം കൂടിയാണ്. കോൺഗ്രസ്സിന് അവിടെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് വിജയിക്കുകയും ചെയ്ത മണ്ഡലം. ആ സീറ്റ് തിരിച്ചു പിടിക്കുക എന്നുള്ളത് തന്നെയാണ് CPM-ൻ്റെ ഉദ്ദേശവും ലക്ഷ്യവും. അങ്ങനെ വരികയാണെങ്കിൽ CPM അതിന് പ്രാപ്തനായ 2 പേരെ ആര് പരിഗണിച്ചിരുന്നത്? കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ മുൻ മന്ത്രി കൂടിയായ AK ബാലൻ, തൊട്ടു പിന്നാലെ ഇദ്ദേഹത്തിൻ്റെ പേരും, അതായത് K. രാധാകൃഷ്ണൻ്റെ പേര്, 2 പേരുകൾ പരിഗണിച്ചിരുന്നു. ഒപ്പം ഈ 2 പേരുകളിലും പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിന് താല്പര്യം K. രാധാകൃഷ്ണനെ മത്സരിപ്പിക്കുക എന്ന് തന്നെയായിരുന്നു. അദ്ദേഹം മന്ത്രിയാണെങ്കിൽ പോലും ഈ നിർണായക ഘട്ടത്തിൽ ഈ സീറ്റ് തിരിച്ചു പിടിക്കുവാൻ K. രാധാകൃഷ്ണൻ തന്നെ അവിടെ മത്സരിക്കണം എന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വലിയ ചർച്ചയായി മാറി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിയോജിപ്പ് അവിടെ അവർ അംഗീകരിച്ചില്ല. എന്തായാലും K. രാധാകൃഷ്ണൻ തന്നെ ആയിരിക്കും ആലത്തൂരിൽ സ്ഥാനാർത്ഥി എന്നുള്ളതും ഏകദേശം ഉറപ്പായിട്ടുണ്ട്. ശരി ബിനോയ്, ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള CPIM സ്ഥാനാർത്ഥി പട്ടികയിൽ ധാരണയായി. 3 മണ്ഡലങ്ങളിലൊഴികെ ബാക്കി ഏകദേശം എല്ലാ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥി നിർണയം ധാരണയായി എന്നാണ് അറിയുന്നത്. KK ശൈലജ, K. രാധാകൃഷ്ണൻ, തോമസ് ഐസക് എന്നിവർ സാധ്യതാ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. വിവരങ്ങളുമായി ചേർന്നത് തിരുവനന്തപുരത്ത് നിന്നും D. ബിനോയാണ്.